Good morning, children. Good morning, teacher. All of you take your textbook. Which lesson? 6th lesson, അല്ലേ? എല്ലാവരും നിങ്ങളുടെ ഇതൊന്ന് മ്യൂട്ട് ചെയ്തേ. മിസ്സിന് ഇവിടുന്ന് പറ്റുന്നില്ലല്ലോ. ആറാമത്തെ ലെസൺ ഒന്ന് മിസ് വായിച്ചു തരാം ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഡിറ്റേഷനോ എക്സാമിന്റെ ഓറൽ ടെസ്റ്റ് എന്തെങ്കിലും ഇടും കേട്ടോ. ആറാമത്തെ ലെസൺ അല്ലേ? യെസ്, ഒന്നുകൂടെ വായിച്ചു തരാം. ഇപ്പൊ അഞ്ചാമത്തെ ലെസൺ നമ്മള് ക്ലാസ് ടെസ്റ്റ് ഇട്ടു, ഓറൽ ടെസ്റ്റ് നടത്തി, പിന്നെന്തായിരുന്നു, വായിപ്പിച്ചു അല്ലെ? കുറെ കുട്ടികളെ കൊണ്ട് വായിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അഞ്ചാമത്തെ ലെസണില് ഡൗട്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ്സിന്റെ ലാസ്റ്റ് ചോദിച്ചോളൂ. ആറാമത്തെ ലെസൺ എല്ലാവരും ശ്രദ്ധിച്ച ടെക്സ്റ്റ് ബുക്കില് ഓക്കി മാത്ര പോയിന്റെ ചിഹ്നങ്ങളുള്ള വാക്കുകളും സെന്റൻസ് ഒക്കെയാണ് ഈ പാഠത്തിൽ അല്ലെ. ഫസ്റ്റ് വൺ ലോട്ട. ഇനിയും വായിക്കാൻ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. ലോട്ട, പോട്ട്, തോല്, ഡ്രം, ബോത്തൽ, ബോട്ടിൽ, മോർ, പീകോക്ക്, ഘോഡ, ഹോഴ്സ്, തോത്ത, പാരറ്റ്. ഇതൊക്കെ എന്താ? ഓയിന്റെ ചിഹ്നങ്ങളുള്ള വാക്കുകളാണ്. ഹിന്ദിയിൽ എങ്ങനെ പറയാ? ഓക്കി മാത്രക്ക ശബ്ദം. യെസ്, അതെ അതെ അതെ, ശ്രദ്ധിച്ചിരിക്കുക. നെക്സ്റ്റ്, ഇത് നിങ്ങളെ കൊണ്ട് ഞാൻ വായിപ്പിക്കും. 2 പീരീഡ് വരുന്നുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നോളൂ. പഠോ ഔർ സമച്ചോ. മോന, തോത്ത, മോട്ട, ഗോള, ടോപ്പി, റോട്ടി, रोज, जोकर, कोट, नोट, वोट, लोट, रोग, कठोरा, गोरा, अखरोट, खरगोश. सिद्धांत വേറെ ആരെങ്കിലുമൊക്കെ ബുക്കിൽ നോക്ക്. ടെലിഫോൺ, रसोई, चोर, मोर, कोना, घोड़ा, टोल. ओके, പഠൻ അഭ്യാസ്. मोहन के पास मोती है, वह मोती को रोज घुमाने ले जाता है. कोई उन दोनों को देखकर कहता है कि दोनों में खूब मित्रता है. मोती रोटी खाता है, रोज सवेरे घूमता है, रात को घर के एक कोने में सोता है, चोर के आने पर भौ भौ करता है. शब्दार्थ: रोज, डेली, मित्रता, फ्रेंडशिप, सवेरा, मॉर्निंग, घर, हाउस, सोना, स्लीप, भौ भौ, बार्किंग, घुमाने, टू वॉक, खाना, ईट, रात, नाइट, कोना, कॉर्नर, चोर, थीफ, मोटा, फैट. नेक्स्ट, नीचे दिए गए चित्रों के नाम हिंदी में लिखो. താഴെ കാണുന്ന ചിത്രത്തിന്റെ പേര് ഹിന്ദിയിൽ എഴുതുക. തോത്ത, കോട്ട്, ഓഖലി, ബോത്തൽ. നെക്സ്റ്റ് അതും ബോത്തൽ തന്നെയാണ്. ബോത്തൽ, മോട്ട, മോന, ലോഗ്. എല്ലാം ഓയിന്റെ ചിഹ്നം ചേർത്തുള്ള വാക്കുകളാണ് അവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് പേജിലുണ്ട് അല്ലെ. തോബി, കോയൽ. നെക്സ്റ്റ്, പഹലെ അക്ഷർ पर ओ की मात्रा लगाकर शब्द बनाओ. പഹലെ അക്ഷരം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ, ഫസ്റ്റ് ഉള്ള. പഹല പറഞ്ഞ ഫസ്റ്റ്, ആദ്യത്തെ അക്ഷരത്തിന്റെ മുകളിൽ ഓയിന്റെ ചിഹ്നം ചേർത്ത് ശബ്ദം ഉണ്ടാക്കുക. ടക്കർ എന്നാ കൊടുത്തിരിക്കുന്നത് അല്ലെ. ടക്കർ എന്നല്ല വാക്ക്, ടോക്കർ. സെക്കൻഡ് വൺ തബി. തബി എന്നുള്ളിടത്ത് തായ്ക്ക് ഓയിന്റെ ചിഹ്നം കൊടുക്കുമ്പോൾ തോബി. മട്ടർ, മോട്ടർ, കടർ, കഡോർ എന്നാ വേണ്ടത് അല്ലെ. കഡോർ. ശരിയാണോ നോക്കണം ഇപ്പോഴെങ്കിലും നിങ്ങളുടെ ബുക്കിലുള്ളത്. കഡോർ.
സന എന്നുള്ളത് സോന, ജഗ്ഗർ എന്നുള്ളത് ജോക്കർ, തത്ത എന്നുള്ളത് തോത്ത, മത്തി എന്നുള്ളത് മോത്തി, മട മോട്ടി. ഇങ്ങനെയാണ് ഓയിന്റെ ചിഹ്നം കൊടുക്കുമ്പോൾ ആ വാക്കുകൾ വരുന്നത്. ഫസ്റ്റ് ലെറ്ററിന് ഓയിന്റെ ചിഹ്നം ചേർത്തിട്ട് എഴുതുക. എക്സാമിന് വരാൻ കേട്ടോ ഇങ്ങനെ. ചിത്ര ദേഖോ അവർ വാക്യ പൂരെ കരോ. എന്താണ്? ചിത്രം നോക്കിയിട്ട് ആ വാക്യം, വാക്യം എന്നാ പറയുന്നത് അല്ലെ. വാക്യം എന്ന് പറഞ്ഞാല് ആ സെന്റൻസ്, വാക്യം മീൻസ് സെന്റൻസ്. ആ സെന്റൻസ് പൂരാക്കരോ എന്ന് പറഞ്ഞാൽ എന്താ? പൂരിപ്പിക്കുക. അതായത് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. पंडित जी ने धोती पहनी है, वह भोजन कर रहे हैं। मोना टेलीफोन पर सोना से बात कर रही है। धोबी ने गधे पर टोकरी रखी। वह कपड़े धोने ले जा रहा है। मोर ने पेड़ पर बैठे लोमड़ी की रोटी खा ली। नेक्स्ट, चित्रों को शब्दों से मिलावो. फर्स्ट वन ओठनी. ഓട്ടനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോൾ, മഫ്ലർ എന്നൊക്കെ പറയും. കണ്ടില്ലേ? ആ ഒരു സ്ത്രീ ഒരു മഫ്ലർ പൊതിച്ചിരിക്കുന്ന അതാണ് പറയുന്നത്. കോട്ട്, കോട്ട്. ഓല, ഓല മീൻസ് മഞ്ഞുകട്ട. ഹെയിൽ, HAIL, ഹെയിൽ. ആലിപ്പഴം എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് ഓല. മോർ, മോർ മീൻസ് പീക്കോ. ഗോപി, ഗോപി, ഗോപി എന്ന് പറഞ്ഞാല് ഗോപി മഞ്ചൂരിയൻ ഇട്ടിട്ടില്ലേ, കോളിഫ്ലവർ. ഓസ്, ഓസ് മീൻസ് ആ ഇലയുടെ മുകളിൽ കിടക്കുന്ന ആ ഒരു മഞ്ഞുതുള്ളി അല്ലെ, വെള്ളത്തുള്ളി, അതിനാണ് പറയുന്നത് ഓസ്. ലോട്ട, ലോട്ട മീൻസ് കുടം. ഓട്ട്, 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 ഓണ്ട് മീൻസ് ഓണ്ട് എന്നൊക്കെ പറയും അല്ലെ, ഓണ്ട്. ലിപ്പ്, അധരം. ചുണ്ട്, ചുണ്ട് എന്ന് പറയും, ലിപ്പ്. നോട്ട്, നോട്ട്, പൈസ. നെക്സ്റ്റ്, ബതാവോ മേ കോൻ ഹൂ. ബതാവോ മീൻസ് പറയുവിൻ, ടെൽ അല്ലെ. ബതാവോ എന്ന് പറഞ്ഞാല് ബദ പറയുക, ബതാവോ പറയുവിൻ. ബദായി എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും. ബതാവോ എന്ന് പറയുമ്പോ എന്താ? നിങ്ങളോട് എനിക്ക് പറയാം, ബതാവോ, ഒരു ആജ്ഞ പോലെ അല്ലെ. അതെ, ബതാവോ പറയുവിൻ. മേം, മേം എന്ന് പറഞ്ഞാൽ ഐ, ഞാൻ. മേം എന്ന് പറഞ്ഞാല് ഞാൻ. കോൻ, കോൻ മീൻസ് ആര്, ഹൂ. ഹൂം, മേം എന്ന് വരുമ്പം ലാസ്റ്റ് ഹൂം എന്നാ വരുക കേട്ടോ. മേം, കോൻ, ഹൂം. അത് ഗ്രാമർ പഠിക്കുമ്പോ പറഞ്ഞു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. മേം, കോൻ, ഹൂം. ഞാൻ ആരാണ്, പറയൂ, ഞാൻ ആരാണ്. മേം കാലി ഹൂം. മേം മീട്ട ഗാത്തി ഹൂം. ഞാൻ കറുത്തതാണ്, ഞാൻ മധുരമായിട്ട് പാട്ടുപാടും. ആരാണ്? കോയൽ. ഹരേ രംഗ് കാ പക്ഷി മേം. ഞാൻ പച്ച നിറമുള്ള ഒരു പക്ഷിയാണ്. മേരി ചോഞ്ച് ഹേ ലാൽ. എന്റെ ചുണ്ട് നല്ല ചുമന്നിട്ടാണ്. എന്താണത്? തോത്ത അല്ലെ. ശകുമ പറഞ്ഞു കോഴിയാന്ന്. കറക്റ്റ് ആണോ? അല്ല അല്ലെ, തോത്ത, തത്തയാണ്. അല്ല അല്ല, മനസ്സിലായി. ശകുമ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഇടയ്ക്ക് ഒരു കള്ളം പറഞ്ഞതാ. मैं बहुत तेज दौड़ता हूं. ഞാൻ വളരെ വേഗത്തിൽ ഓടും. ആരാണ്? ബില്ലി. റൈറ്റ് അല്ലേ? ബില്ലി എന്ന് പറഞ്ഞ ആരാ? പൂച്ച അല്ലെ, ക്യാറ്റ്. അല്ല, ഘോഡ, കുതിരയാണ്. ഞാൻ വളരെ വേഗത്തിൽ ഓടും. ആരാണ്? ഘോഡ. ഇതിങ്ങനെ ബൈഹാർട്ട് പഠിക്കണം കേട്ടോ. मैं बहुत तेज दौड़ता हूं. हूं, मैं कौन हूं? घोड़ा. मैं भारत का राष्ट्रीय പക്ഷി हूं. ഞാൻ ഭാരതത്തിന്റെ ദേശീയ പക്ഷിയാണ്. ആരാണ്? കാക്കയോ? സൈലന്റ് ആണോ പറഞ്ഞ കൗവാന്ന്? മോറാണല്ലേ, മോർ. മോർ. ഓക്കെ.
അതായി അല്ലേ. ബാക്കി താഴെയുള്ളത് എന്താ? നീച്ചെ ദീ ഗയി കവിത മേ ഓ കി മാത്ര വാലെ ശബ്ദോ പർ ഖേര ലഗാവോ. താഴെ കാണുന്ന ആ കവിത, അതൊരു കവിതയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആ കവിതയിൽ ഓയിന്റെ ചിഹ്നം വരുന്ന വാക്കുകള്, ശബ്ദവും എന്ന് പറഞ്ഞാല് ശബ്ദ മീൻസ് വാക്ക്, വേർഡ്, ശബ്ദവും വേർഡ്സ്, വാക്കുകൾ, വാക്കുകൾക്ക് ഖേര ലഗാവോ, എന്താണ്? സർക്കിൾ വരയ്ക്കണം എന്നാ പറയുന്നത്. രംഗ് രംഗീലി ഹോളിയായി, അപ്പൊ അവിടെ ഹോളിക്ക് സർക്കിൾ വരച്ചിട്ടുണ്ട് അല്ലെ. ബച്ചോം കിലോ ടോലിയായി, അവിടെയുണ്ട് ഓയിന്റെ ചിഹ്നം വരയ്ക്കുന്നത്. ബച്ചോം എന്ന് വന്നിട്ടുണ്ട് അല്ലെ. ടോലി, ലോ, ഇതൊക്കെ ഓയിന്റെ ചിഹ്നമുള്ള ശബ്ദമാണ്. ഠോലക്ക് ബജാ ടമാ ടം ടം, ഠോലക്ക്. നാച്ചേ മകൻ ചമാ ചംചം, അവിടെ ഒന്നുമില്ല. ഖേലെ രംഗ് അബീർ ഗുലാൽ, കാലെ പീലെ സബ്കെ ലാൽ, സബ്കെ ഗാൽ, ഇവിടെ ഒന്നും ഓയിന്റെ ചിഹ്നം ഇല്ല. സോഹൻ മോഹൻ രോഹൻ ആവോ, അവിടെ എല്ലാം ഉണ്ടല്ലേ. സോഹൻ സോ, മോഹൻ മോ, രോഹൻ രോ, ആവോ ഓ, ഇവിടെയൊക്കെ ഓയിന്റെ ചിഹ്നം വന്നിട്ടുണ്ട്. ഖാ ലോ ഗുജിയ ഔർ സമോസെ, അവിടെ ലോയുണ്ട്, സമോസെ അല്ലേ. കറക്റ്റ്. അപ്പൊ നമ്മുടെ ആ പാഠ റിവിഷൻ കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ബുക്ക് എടുത്തോ. അല്ലെങ്കിൽ ടേക്ക് യുവർ 2 line കോപ്പി. ബാക്ക് പേജിൽ ഇന്നത്തെ ഡേറ്റ് ഇട്ടേ. റൈറ്റ് ഫാസ്റ്റ്. മിസ്, എനിക്ക് നോട്ട്ബുക്കിൽ കുറെ വർക്ക് എഴുതാനുണ്ട്. ഉണ്ട്. നീ എവിടെ പോയി മോളെ? ഞാൻ അങ്ങായിരുന്നു, എനിക്ക് അവിടുന്ന് നെറ്റ് പ്രോബ്ലം ആയിരുന്നു. ആണ്, എന്താ ചെയ്യാ? ബെനീറ്റയുടെ അടുത്ത് പോയിട്ട് ഒന്ന് ബുക്ക് വാങ്ങി എഴുതാൻ പറ്റുമോ? ഞാൻ ഫോട്ടോ അങ്ങനെ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എഴുതിയ പേജൊക്കെ ഒന്ന് വാട്സപ്പ് ചെയ്ത് കൊടുക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അല്ലാതെ ഇപ്പൊ ഒരു രക്ഷയില്ല. ബെനീറ്റ് എവിടെ കിടക്കുന്നു, ജൊഹാന എവിടെ കിടക്കുന്നു അല്ലെ. അങ്ങ് മലമണ്ടയില ജൊഹാന. അപ്പൊ എന്താ ചെയ്യണ്ടേ? നിങ്ങള് ഫോണില് വാട്സപ്പ് വഴി ബന്ധപ്പെടുക, എന്നിട്ട് എഴുതിയെടുക്കുക കേട്ടോ ജൊഹാന. ഇവിടെ എക്സാം ആയി വരുന്നു, അപ്പം എഴുതണം. ഓക്കെ. ഇപ്പൊ എല്ലാത്തിന്റെ എഴുതേണ്ടി വരില്ലേ? എല്ലാ സബ്ജക്റ്റും ഉണ്ടാവും അല്ലെ. അതെ, അങ്ങനെ ചെയ്യാം. അപ്പം എടുത്തോ, എല്ലാരും എഴുതിക്കോ. ഫസ്റ്റ് അർത്ഥം ലിഖാവോ, അർത്ഥം എഴുതാൻ കേട്ടോ. ലോട്ട. യെസ്, എന്താണ്? ഷഹ്മ എന്തോ പറയുന്നുണ്ട്, മനസ്സിലാവുന്നില്ല. എഴുതിക്കോ. ലോട്ട. ലോട്ട. ആൻസർ മാത്രം എഴുതിയാ മതിയോ? ഹിന്ദി വേർഡ് എഴുതാൻ അറിയില്ലേ? ഹിന്ദി വേർഡ് എഴുതി. ഹിന്ദി വേർഡ് എഴുതിട്ട് അതിന് ഇംഗ്ലീഷ് വേർഡ് എഴുതുക. യെസ് ഷഹ്മ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? റൈറ്റ് ഫാസ്റ്റ്. യെസ് ഷഹ്മ മോളെ, നിനക്ക് കേൾക്കാൻ പറ്റാത്തതായിരിക്കും. ഇവിടെ ബാക്കിയുള്ളവർ കേൾക്കുന്നുണ്ട് കേട്ടോ. അവിടെ റേഞ്ചിന്റെ പ്രശ്നം തന്നെ ആയിരിക്കും. ലോട്ട, നോക്കി എഴുതരുത് കേട്ടോ. നോക്കി എഴുതിയാൽ നിങ്ങൾക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. കാരണം നോക്കി എഴുതിയാല് കാര്യമില്ല. തെറ്റിയാലും കുഴപ്പമില്ല, തെറ്റിയാലും നമുക്കത് വീണ്ടും എഴുതി പഠിക്കാം. ലോട്ട എഴുതിയോ? യെസ്, ഓക്കെ. നെക്സ്റ്റ് മോർ. 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 നെക്സ്റ്റ് തോത്ത. തോത്ത. ഇവിടെ എല്ലാത്തിനും ഓയിന്റെ ചിഹ്നമാണ് വരുന്നത്. അപ്പൊ ചിഹ്നം ശ്രദ്ധിക്കണം. നോക്കി എഴുതുന്നവരെ ഞാൻ കാണുന്നുണ്ട്. ജോയലേ,
Write fast. ഇപ്പം വീഡിയോ ഓഫ് ചെയ്യരുത്. ഓഫ് ചെയ്യാതെ കാണണം നിങ്ങൾ. എനിക്ക് തോഷിൻ, ജോഹാന, നിത, എഡ്വിൻ ഇവരെ ഒന്നും കാണുന്നില്ല. ഇവരെന്ത് ചെയ്യുവാണാവോ? നോക്കി എഴുതരുത്. നെക്സ്റ്റ് ഖോഡ. ഖോഡ. നെക്സ്റ്റ് ബോത്തൽ. 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 നെക്സ്റ്റ് ഠോലക്. 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 നെക്സ്റ്റ് ഖർ. ഖർ. ഖർ എന്ന് പറഞ്ഞ എന്താണ്? ഖർ ഹിന്ദി വേർഡ് എഴുതണം കേട്ടോ. ഹിന്ദി വേർഡും വേണം. ഖർ കാരണം നമ്മൾ ഹിന്ദി അല്ലേ പഠിക്കുന്നത്. ഖർ. ഇംഗ്ലീഷ്. ആറാമത്തെ എന്താ? ഠോലക് എന്നാണോ പറഞ്ഞത്? ആറാമത്തെ ഠോലക്. യെസ്, ഇംഗ്ലീഷ് വേർഡ് അല്ലേ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വേർഡ് എഴുതാനാണ്. ഹിന്ദി വേർഡ് എഴുതണം. അതിന്റെ ഇംഗ്ലീഷ് വേർഡ് ആണ് അതിന്റെ അർത്ഥം വരുന്നത്. അർത്ഥം ലിഖോ എന്നാ പറഞ്ഞിരുന്നത്. ഖർ എഴുതിയല്ലേ. നെക്സ്റ്റ് രോജ്. യെസ്, രോജ്. രോജ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും രോജ്. മിസ്സേ. യെസ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും എന്താ പറഞ്ഞത്? അപ്പൊ മൊത്തത്തിൽ ആദ്യം പറയണല്ലോ. ഈ എവിടെ പോയിടി അതിനിടയില്? ഒന്നാമത്തെ ഞാൻ പെട്ടെന്ന് പറയാ. ഒന്നാമത്തത് പറഞ്ഞത് ഞാനും മറന്നുപോയല്ലോ ഇപ്പൊ. ലോട്ട. കേൾക്കണം. ഒന്നാമത്തത് ലോട്ട. രണ്ട് മോർ, തോത്ത, ഖോഡ, ബോത്തൽ, ഠോലക്. മോറല്ലേ? മോർ. മൂന്നാം ക്ലാസ്സിൽ എത്തിയില്ലേ? പെട്ടെന്ന് എഴുതണം. തപ്പിക്കൊണ്ടിരിക്കരുത്. മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തെ എന്താന്ന് എനിക്ക് ഓർമ്മയില്ല. എന്താണ് നിങ്ങൾ ഇങ്ങനെ ലാസ്റ്റ് എത്തുമ്പോ മൂന്നാമത്തെ എന്താ? അതൊക്കെ മോശ സ്വഭാവം കേട്ടോ. അങ്ങനെ ഒന്നാമത്തെ എന്താണ്, മൂന്നാമത്തെ എന്താണെന്നൊക്കെ എത്ര പ്രാവശ്യം പറയുന്നുണ്ട്. നിങ്ങൾ എവിടെ ശ്രദ്ധിക്കുക? അതെന്തുകൊണ്ടാണ്? പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ മൂന്നാമത്തെ എന്താ നാലാമത്തെ എന്താ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ഉണ്ടായിട്ടാ. ഓക്കെ. ലോട്ട, മോർ, തോത്ത, ഖോഡ, ബോത്തൽ, ഠോലക്.
റേഞ്ച് പ്രശ്നം നല്ലപോലെ ഉണ്ടല്ലേ കുട്ടികൾക്ക്? ഇപ്പം ഈ റേഞ്ച് പ്രോബ്ലം ഇല്ലാത്തവർക്ക് പിന്നെയും റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ? സാരമില്ല കേട്ടോ, നമ്മള് ചെയ്യുന്നതല്ലോ, റേഞ്ചിന്റെ പ്രശ്നമല്ലേ. അതിൽ എത്ര വേർഡ്സ് ആയത്? 7 ആയുള്ളോ? നോ, 8 ആയി അല്ലേ? സെവന്ത് വേർഡ് എന്തായിരുന്നു ബെനീറ്റ? ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഖർ. മിസ് 8 എന്താണ്? 8 എന്തായിരുന്നു? ഞാനും ഇപ്പൊ മറന്നുപോയി. എന്താണ്? രോജ്. ജായുടെ ഇടയ്ക്ക് ഒരു കുത്ത് കാണുന്നില്ല, അപ്പൊ ജ് വായിക്കുന്ന കേട്ടോ, രോജ്. ജോജ് എന്ന് വായിച്ചാലും കുഴപ്പമൊന്നുമില്ല, അതിനൊരു കുറച്ചൊരു ഉച്ചാരണം വ്യത്യാസം ഉണ്ടാവും. രോജ്. നെക്സ്റ്റ് കോന. ജോയിൽ എന്തെടുക്കും അവിടെ? ജോയിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. പഠിച്ചോ? സത്യം പറഞ്ഞേ, പഠിച്ചോ ഇന്ന്? പിന്നെ നീ എന്തെടുക്കുമായിരുന്നു ഈ ഒരാഴ്ച? ഞാൻ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞ, പഠിക്കാതെ ഒരാളും ക്ലാസ്സിൽ വരണ്ട ഞാൻ പറഞ്ഞില്ലേ? വായിക്കാൻ കിട്ടാഞ്ഞിട്ടാണോ ജോയലിന്? ജോയൽ എന്ന് അത് പറയുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ല എന്ന് ജോയൽ പറയണ്ടേ? നീ പറഞ്ഞോ? ഇങ്ങനെയായ എന്താ ചെയ്യാ? നീ ജോയൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ വാക്കുകളെല്ലാം 5 പ്രാവശ്യം എഴുതി പഠിക്കണം. പഠിക്കുവോ? ജോയലിന് ഹിന്ദി അക്ഷരങ്ങളെല്ലാം ശരിക്കും നന്നായിട്ട് അറിയോ ഇപ്പൊ? ഇച്ചിരി അറിയാം. എന്നാ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നീ ആദ്യം എന്താ ചെയ്യേണ്ട അറിയാം? നീ ആദ്യം ഈ വേർഡ്സ് ഒന്നും എഴുതണ്ട, നീ 5 പ്രാവശ്യം എഴുതണ്ട. നീ ആ ഹിന്ദി അക്ഷരങ്ങള്, സ്വരാക്ഷർ, വ്യഞ്ജനാക്ഷർ, സംയുക്താക്ഷർ. സംയുക്താക്ഷരം എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട, കൂട്ടക്ഷരങ്ങളാണ്, ക്ഷേത്ര, അതാണ്. ഈ അക്ഷരങ്ങള് നന്നായിട്ട് പഠിച്ചിട്ട് ടീച്ചർക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യാൻ പറ്റുമോ? ജോയിന്ന് ഞാനിവിടെ എഴുതി വെക്കുന്നുണ്ട്. നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം, നാളെ അല്ല ഇന്ന് വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോ ജോയല് ഈ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എന്നെ പറഞ്ഞു കേൾപ്പിക്കണം ആദ്യം. അമ്മ എവിടെ? ചേച്ചി ഉണ്ടോ അടുത്ത്? ഇല്ല. ആരാ അടുത്തുള്ളത്? ആരുമില്ല. എന്നാ മോൻ എന്ത് ചെയ്യണം? ആരും ഇല്ലാത്ത സ്ഥിതിക്ക് മോൻ തന്നെ അമ്മയോട് പറയണം, 7 മണിയാകുമ്പോ മിസ്സിന് ഇതൊന്ന് വോയിസ് മെസ്സേജ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ജോയിലിനെ വിളിക്കും. 7 മണിക്ക് എനിക്ക് വോയിസ് മെസ്സേജ് വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ വിളിക്കും. എന്നെ വിളിക്കാൻ ഇടവരുത്തൽ വിളിച്ച നല്ല വഴക്ക് ഞാൻ പറയും. ഓക്കെ? അതുകൊണ്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. 10 വേർഡ്സ് ആയോ? അമ്മ പറഞ്ഞു മിസ്സിനെ അങ്ങോട്ട് വിളിച്ചോളാന്ന് ക്ലാസ് കഴിയുമ്പോ. മിസ്സിനെ വിളിക്കണ്ട മോനെ, മിസ്സിന് ഇപ്പൊ ഇവിടെ വർക്കായിരിക്കും, വിളിക്കണ്ട. വൈകുന്നേരം എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഫോൺ എടുക്കാൻ പറ്റില്ല മിസ്സിന് ഇവിടുന്ന് കേട്ടോ. വൈകുന്നേരം വിളിച്ചാൽ ക്ലാസ് 9 വാക്കുകളിലേ ഉള്ളൂ. മോട്ട. നെക്സ്റ്റ് മോട്ട. മോട്ട. ഓക്കെ, ഫിനിഷ്. അപ്പൊ ഇന്ന് ശബ്ദാർത്ഥം മാത്രം എഴുതിച്ചിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സില്, അടുത്ത പീരീഡ് ബാക്കിയുള്ളത് ഡിക്റ്റേഷൻ ഇടുന്നതായിരിക്കും. ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും. അപ്പം ഇന്ന് എഴുതിയതില് കറക്റ്റ് ആണെങ്കിൽ
നിങ്ങൾ തന്നെ ശരിയിടണം. ഫസ്റ്റ് വൺ ലോട്ട. ലോട്ട മീൻസ് പോട്ട്. നിങ്ങൾ തന്നെ നിങ്ങളെ ശരിയിടുവാണ്. എന്നപ്പോ എന്താ ചെയ്യണ്ടേ? സ്പെല്ലിംഗ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഓയിന്റെ ചിഹ്നമല്ല ഇട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ തെറ്റിടണം. എന്നിട്ട് എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. ഏഞ്ചൽ റോസിന് എന്താണ്? അൺമ്യൂട്ട് ചെയ്തോ? മിസ് ഇവിടെ ചെയ്തിട്ടില്ല, നിങ്ങൾ ചെയ്ത് അൺമ്യൂട്ട് ചെയ്താ. ഒൻപതാമത്തെയോ? ഇപ്പൊ പറയുന്ന കേട്ടോ. ലോട്ട പോട്ട് കറക്റ്റ് ആണെങ്കിൽ ശരിയിടുക, തെറ്റാണെങ്കിൽ തെറ്റിടുക. മോർ മോർ പീക്കോ. ആരാ ഇപ്പം പറഞ്ഞ് ശരിയിടെന്ന് പറഞ്ഞത്? ഒന്ന് അവരൊന്ന് കൈ കാണിക്കാവോ? ആരുടെ ആയിരുന്നു? റിലു? ആദിത്യന്റെ ആണോ? അമ്മയുണ്ടോ അടുത്ത്? ഒന്ന് അമ്മേനെ കാണുവോ? കാണിക്കോ? ഇപ്പൊ കുട്ടികൾ ചിരിക്കുന്നുണ്ട്. മോനെ വിളിച്ചത് ഞാൻ കേട്ടു. ശരിയുടെ അത് മറ്റവനുണ്ട് മിസ് ഇവിടുന്ന് കുഴപ്പാക്കുന്നത്. അതെ, പക്ഷെ അങ്ങനെ വിളിക്കണ്ട കേട്ടോ, പാവം കുട്ടികള്. സോറി പേര് വിളിച്ചാ മതി, അല്ലെ മോനെ ഒന്ന് വിളിച്ചാ മതി. മോർ പീകോക്ക് ശരിയാണെങ്കിൽ കേട്ടോ. തോത്ത പാരറ്റ്. മിസ് ഇപ്പൊ പറയാം. ഇനി 10ാമത്തെ വാക്കൊന്നുമില്ല. തോത്ത പാരറ്റ്. നെക്സ്റ്റ് കോട. കോട ഹോൾസ്. ശരിയാണെങ്കിൽ ശരിയിടുക. ബോത്തൽ ബോട്ടിൽ. ടോയ്ലറ്റ് ഡ്രം. ഇതാണ് കറക്റ്റ് ആയ. അക്ഷര തെറ്റുണ്ടെങ്കിൽ തെറ്റിടണം. എന്നിട്ട് 3 പ്രാവശ്യം എഴുതി പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് അറിയണം നിങ്ങൾ അത് പഠിച്ചിട്ടില്ലാന്ന് കേട്ടോ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കണം, ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട്. നെക്സ്റ്റ് ഖർ. ഖർ മീൻസ് ഹൗസ്. നല്ല മഴയാ ഇവിടെ. ഇതിനൊന്നും കേൾക്കുന്നുമില്ല, ഒന്നുമില്ല. നല്ല മഴയാ. അവിടെ ഉണ്ടോ? നല്ല മഴയാ. അതെ അതെ അതെ. ഖർ ഹൗസ്. നെക്സ്റ്റ് रोज डेली. रोज डेली. नेक्स्ट कोना. कोना मीन्स कॉर्नर. मूला. कॉर्नर. കഴിഞ്ഞില്ലേ? ഈ 10 വാക്കുകളും കറക്റ്റ് ആയവരാരൊക്കെയുണ്ട്? സാരമില്ല. ലാസ്റ്റത്തെ വാക്ക് ഒരു 3 പ്രാവശ്യം എഴുതി പഠിച്ചോ. കേൾക്കാത്തതല്ലേ? ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. ഇനി ലാസ്റ്റത്തെ എഴുതണ്ട. ജോയൽ ജോസഫ്, സിദ്ധാന്ത്, റോഷിൻ, रोज डेली अല്ലേ? ആസിയ, സഫ. സൈലന്റ് പ്ലീസ്. എഡ്വിൻ തോമസ്, സെൽന എലിസബത്ത്. മൂല. ആവണി, ഏഞ്ചൽ റോസ്, റിനു ആബിദ്, സഹ്മ വി, നിദ ഫാത്തിമ, ബെനീറ്റ, അനൻ മാത്യു, ആദിത്, 18 പേരുണ്ടായിരുന്നു. ഇപ്പൊ ആരെയും കാണുന്നില്ലല്ലോ. മഴ ആയതുകൊണ്ട് എല്ലാരും പോയി. ഇവിടെ സമയം ഇപ്പൊ തീരാൻ പോവാണ്. അടുത്ത ക്ലാസ്സിൽ അടുത്ത പീരീഡ് വരുമ്പോ നന്നായിട്ട് വായിച്ചിട്ട് വരണം. തോത്താന്ന് പറഞ്ഞാല് പാരറ്റ്, തത്ത. പറയോ? തോത്താന്ന് പറഞ്ഞാല് പാരറ്റ്. ലോട്ട. ലോട്ട
മോട്ട മോട്ട എന്ന് പറഞ്ഞ പാറ്റ് തടിച്ച മോട്ട പാറ്റ്. ഞാൻ മോട്ട എന്ന് പറഞ്ഞിരുന്നോ? മോട്ട ലാസ്റ്റ് പത്താമത്തെ അല്ലെ. മോട്ട ഫാറ്റ് എന്നുള്ളതാണ്. പറഞ്ഞോ ആവണി, പറഞ്ഞോളൂ മോളെ. മിസ് കടോര പറഞ്ഞ കടോര എന്ന് പറഞ്ഞ വേർഡ് മീനിങ് ആണോ? ആ മീനിങ് വേണം നിങ്ങൾക്ക്. കടോര എന്ന് പറഞ്ഞാല് കപ്പ്, ബൗൾ, ബൗൾ എന്ന് പറയും, അല്ലെങ്കിൽ കപ്പ്. ഓക്കെ, അടുത്ത പീരീഡ് നന്നായിട്ട് വായിച്ചിട്ട് വരുന്ന അടുത്ത ക്ലാസ്സിൽ വായിപ്പിക്കുമായിരിക്കും നിങ്ങളെ. പാഠം വായിപ്പിക്കും. ഓക്കെ, 10 ൽ 10 കിട്ടിയവർ എത്ര പേരുണ്ട്? 10 out of 10. വെനീറ്റിക്കുണ്ട്. അക്ഷര തെറ്റൊന്നുമില്ല. സിദ്ധാന്ത്, ഷഹ്മ, നിത ഉണ്ടോ? റൈറ്റ്, കറക്റ്റ് ആണോ പറയുന്നത്? എഡ്വിനെ നിന്നെ ഞാൻ കണ്ടില്ല കേട്ടോ, നീ വീഡിയോ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ കണ്ടില്ല. എഡ്വിനെ അൺമ്യൂട്ട് ചെയ്തോ? മിസ് ഇവിടെ നിങ്ങളെ മ്യൂട്ട് ആക്കിയിട്ടില്ല. അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോ. ഘോഡ, ഹോഴ്സ്, കുതിര. എഡ്വിനെ കേൾക്കുന്നില്ല. എന്തോ പറയുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കാൻ പറ്റുന്നില്ല. എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ചോദിച്ചാൽ ഡൗട്ട് ഉണ്ടെങ്കിൽ മെനിറ്റോട് ചോദിച്ചോ കേട്ടോ. പിന്നെ അന്തപ്പെട്ടിരിക്കാം. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അടുത്ത പീരീഡ് ഇപ്പൊ നന്നായിട്ട് വായിച്ചിട്ട് പറഞ്ഞോണം. കപ്പിട്ട് അടിയുന്ന കണ്ണാണല്ലോ, നല്ല അടി തരും ഇവിടുന്ന്. ബൈ പറയട്ടെ. ഒന്ന് പോയി തന്നാ മതി എന്നാ പറയുന്നല്ലേ. എഡ്വിൻ തോമസ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നന്നായിട്ട് വായിച്ചിട്ട് വരുന്ന. എഡ്വിൻ ഒരു പാട്ട് പാടണം അടുത്ത ക്ലാസ്സിൽ. വേറെ ആരാണ് ഇവിടെ പാട്ട് പാടുന്നവര്? നല്ലൊരു പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അലൻ പാടുവോ? ഓക്കെ, bye, see you next period. Bye. 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 Next Wednesday ഞാൻ പാടാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരാം കേട്ടോ. അടുത്ത പീരീഡ് ആരാ? പാടാന്ന് പറഞ്ഞത്?